പ്ലാസ്റ്റിക് ബോട്ടിലുണ്ടെങ്കിൽ കളയാൻ വരട്ടെ കേട്ടോ. നമുക്കത് അടിപൊളിയാക്കി ഡെസ്കിൽ വെക്കാം. എന്നും പറഞ്ഞ് ആരും പ്ലാസ്റ്റിക് ബോട്ടിൽ അതേപോലെ എടുത്ത് വെക്കരുത്. ഇത് ഈ ഒരു പോർഷനാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ ടോപ്പിന്റെ ഭാഗം നല്ല രീതിയിൽ ഉരുണ്ടിട്ടാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ഈ ഒരു വർക്കിൽ ആകെ ടാസ്കുള്ള പരിപാടി ഈ പെറ്റൽസ് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നത് മാത്രമാണ്. ചെറിയ ബോട്ടിൽസ് ആണെങ്കിൽ 3 പെറ്റൽസ് മതിയാവും. പക്ഷെ ഞാൻ എടുത്തേക്കുന്ന പോലെ ഭീമാകാരനായിട്ടുള്ള ബോട്ടിൽസ് ആണെങ്കിൽ മിനിമം ഒരു 5 പെറ്റൽസ് എങ്കിലും വേണ്ടി വരും. ഇത് എല്ലാം ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റിലും വിഡ്ത്തിലും തന്നെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത ശേഷം പെയിന്റ് ചെയ്തെടുക്കുക. ഞാനൊരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ് പെയിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള വേസ്റ്റ് മെറ്റീരിയൽ റീയൂസിങ് ക്രാഫ്റ്റുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് വലിയ പെർഫെക്ഷൻ കിട്ടും, കടയിൽ നിന്ന് വാങ്ങിച്ചതുപോലെ തന്നെ ഇരിക്കും എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഏറെക്കുറെ നമുക്ക് അങ്ങനെ കിട്ടിയാൽ നല്ലതല്ലേ. അതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഫുള്ള് പെയിന്റ് അടിച്ച ശേഷം ഇതേപോലെ ഒരു 3-4 സ്ട്രോ എടുക്കുക. ഒറ്റ സ്ട്രോയ്ക്ക് വലിയ വലുപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഒരെണ്ണമായിട്ട് എടുക്കാഞ്ഞത്. സ്ട്രോ ഇല്ലെങ്കിൽ വണ്ണമുള്ള ഒരു കുഴലാണെങ്കിൽ അടിപൊളിയായിരിക്കും. PVC പൈപ്പൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് നീളത്തിൽ തന്നെ നിൽക്കും. എൻ്റെ കയ്യിൽ വലിയ കുഴലില്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലെ 3 സ്ട്രോ ഒന്നിച്ച് ഒട്ടിച്ചു വെച്ചു. PVC പൈപ്പ് പോലെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ബോട്ടിലിന്റെ ക്യാപ്പിന്റെ പോർഷനിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഏറെക്കുറെ കടയിൽ നിന്ന് വാങ്ങിയതിന്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ കിട്ടും. ഇനി നമുക്ക് സ്റ്റാൻഡ് വേണം. സ്റ്റാൻഡിനായി തപ്പി നടന്ന് ഒടുക്കുക. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇത് പഴയ ഡെസ്കിലൊക്കെ വെക്കുന്ന ഗ്ലോബിന്റെ ഒരു ഡെസ്ക് ഡെക്കോറാണ്. അപ്പൊ ഇതിന്റെ സ്ക്രൂ ഒക്കെ ഊരിപ്പോയത് കൊണ്ട് ഇതിങ്ങനെ പല പല പാർട്സ് ആയിട്ട് അവിടെ ഇവിടെയും കിടക്കുകയായിരുന്നു. സോ ഞാൻ അതിന്റെ ആ സ്റ്റാൻഡ് മാത്രം ഇങ്ങോട്ട് എടുത്തു. ഇനി ഇത് നമ്മുടെ സ്ട്രോയുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ദെൻ സ്ട്രോ നമ്മുടെ കുപ്പിയായിട്ടും കണക്ട് ചെയ്യുക. കുപ്പിയായിട്ട് കണക്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ കുപ്പിയുടെ ക്യാപ്പിന്റെ പോർഷനിൽ വലിയൊരു ഹോൾ ഉള്ളത് കൊണ്ട് നമുക്കതൊന്ന് ഫില്ല് ചെയ്താലോ. ഇതേപോലെ ഒരു ക്ലേ ബോളായിട്ട് എടുക്കുക. ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ക്ലേ കൊച്ച ഭാഗത്തേക്ക് നമ്മുടെ സ്ട്രോ താഴേന്ന് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. നമ്മുടെ ക്യാൻഡിൽ ഹോൾഡർ സെറ്റായി. ഇതിങ്ങനെ തന്നെ നിൽക്കുമോ ഇല്ലയോ എന്നൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷേ നിന്നു. ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഏത് ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ ഇതാണ്. വേറെ ഒന്നുമല്ല, മെറ്റീരിയൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഫസ്റ്റ് വൺ, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ സ്റ്റഡി ആയിട്ട് എൻ്റെ വർക്ക് നിൽക്കുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനാണ്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നമ്മുടെ കയ്യിൽ എസ്തറ്റിക് വൈബ് പിടിക്കാൻ പറ്റിയ ക്യാൻഡിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ക്യാൻഡിൽ ലൈറ്റ് ആണ് വെച്ചു കൊടുക്കുന്നത്. എന്തായാലും പ്രകാശം മതിയല്ലോ. എനിക്ക് അത്രയ്ക്കിങ്ങോട്ട് ഹഠാതെ ആകർഷിച്ചില്ലെങ്കിലും എങ്കിലും കൊള്ളാം. കഷ്ടപ്പെട്ടതിന് ഏറെക്കുറെ പ്രതിഫലം കിട്ടിയെന്ന് തോന്നുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതിന്റെ സ്റ്റെമ്മിനൊരു ലൈറ്റ് ഗ്രീൻ കൊടുത്തിരുന്നെങ്കിൽ നന്നായേനെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട. ബൈ.